ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ ഇന്നൊരു സ്കൂള് ലീവുള്ള ദിവസമാണ് കേട്ടോ. മക്കൾക്കൊക്കെ അവധിയാണ്. അപ്പോൾ നല്ല കനത്ത മഴ കാരണം പല ജില്ലകളിലും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയാണല്ലോ അല്ലേ. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ രാവിലെ ആക്കം പോലെ എണീറ്റത് കേട്ടോ. എന്നും നേരത്തെ എണീറ്റ് മഴയൊക്കെ ആവുകൊണ്ട് രാവിലെ അങ്ങോട്ട് എണീക്കാൻ തന്നെ തോന്നില്ല കേട്ടോ. പിന്നെ ചെറുതായിട്ടൊക്കെ പനിയും ജലദോഷവും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ അതൊക്കെ അങ്ങനെ മാറി. അങ്ങനെ രാവിലെ നമ്മൾ ദോശയും പിന്നെ ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ബാക്കിയാണ്. ഇത് തലേ ദിവസത്തെ ചക്കക്കുരു, മാങ്ങ, വെള്ളരിക്ക, പരിപ്പ് എല്ലാം കൂടി ഇട്ടൊരു കറി. അപ്പോൾ അത് രാവിലെ തന്നെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി കുറച്ച് ചായയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചോറും കറിയും എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് പച്ച വഴുതിരിങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, നാടൻ വഴുതിരിങ്ങ. അപ്പോൾ അത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപ്പേരിക്ക് മുറിച്ച് വെച്ചിട്ടുണ്ട്. മക്കൾക്ക് കുറച്ച് ബീഫ് എടുത്തിട്ട് കട്ട് ചെയ്ത് കുക്കറിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, മസാലയൊക്കെ തേച്ചിട്ട്. അങ്ങനെ അതവിടെ സെറ്റാകുമ്പോഴത്തേനും നമ്മളിതവിടെ ചോറൊക്കെ ഊറ്റിയാണ് കേട്ടോ. ചോറ് വേവണ അരിയുണ്ട്, പെട്ടെന്ന് ചോറൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വഴുതിരിങ്ങ ഒന്ന് ഉപ്പേരി വെക്കട്ടെ കേട്ടോ. ഇതിവിടെ വഴുതിരിങ്ങ വെച്ചാൽ ഞാൻ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. എനിക്ക് മാത്രമേ വഴുതിരിങ്ങ ഇഷ്ടമുള്ളൂ. മക്കളോ കാക്കോ അവർക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറച്ച് ബീഫ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പെരുന്നാൾക്ക് കിട്ടിയ ബീഫ് തന്നെയാണ് കേട്ടോ അതും. അപ്പോൾ ലാസ്റ്റാണ് കേട്ടോ ബീഫ് എന്തായാലും ഫിനിഷായി, ലാസ്റ്റാണ്. പിന്നെ കുറച്ച് എല്ലും പൊട്ടും പൊടിയൊക്കെ ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ, കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ അത് നമുക്കിനി എപ്പോഴെങ്കിലും കുറച്ച് കപ്പയൊക്കെ വാങ്ങിയിട്ട് എല്ലൊക്കെ ഇട്ടിട്ട് കപ്പയും ഒക്കെ വെക്കൂലേ, കപ്പ ബിരിയാണി വെക്കൂലേ, അതുപോലെ വെക്കാമെന്ന് വെച്ചിട്ട് അതവിടെ ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ ഞാനിതാ നമ്മളെ വഴുതിരിങ്ങ ഉപ്പേരി വെക്കണതാണ് കേട്ടോ. ഞാൻ വെക്കണ രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ട് ഞാൻ എണ്ണ വയ്ക്കുക, കുറച്ച് കടുകും ചെറിയ ജീരകം, ഒരു നുള്ള് ചെറിയ ജീരകം ഇട്ടുക. എന്നിട്ട് പച്ചമുളകും ഉള്ളിയും ഒന്ന് വാട്ടിയിട്ട് അതിലേക്ക് നമ്മൾ വഴുതിരിങ്ങ കട്ട് ചെയ്ത് വെച്ചതുണ്ടല്ലോ അതെടുത്തിട്ടിട്ട് ഒന്ന് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ചെറിയ ജീരകം ഇട്ടിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മളെ ഈ ഒരു വഴുതിരിങ്ങ ഉപ്പേരിക്ക് കേട്ടോ. പിന്നെ ഇതിലേക്കൊരു കുറച്ച് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അടി പിടിച്ചിട്ട് ഇതാവണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചെറുതായിട്ട് കേട്ടോ, ഒരുപാടൊന്നും വെച്ച് ഒഴിച്ച് കൊടുക്കണമെന്നില്ല. എന്നിട്ട് പിന്നെ നമ്മളത് ആവിയിൽ അങ്ങോട്ട് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വഴുതിരിങ്ങയൊക്കെ സെറ്റാക്കി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിന്ന് കറി ഇന്നലത്തെ കുറച്ച് കറി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ച് മുരിങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതും ഞാൻ കുറച്ച് താളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. താളിപ്പാണ്. അപ്പോൾ ഇത് നമുക്കുള്ള കറിയാണ് കേട്ടോ, കറിയും കൂട്ടാനും ഒക്കെയാണ്. ഇതിപ്പോൾ മക്കൾക്കൊന്നും ഇതൊന്നും പോവില്ല കേട്ടോ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണമല്ലോ. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ കുറച്ച് ബീഫ് എടുത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ എടുക്കണില്ല എന്ന് കരുതിയതാണ്. കുറേ ദിവസമായില്ലേ നമ്മൾ ബീഫും ചിക്കനും ഒക്കെ തിന്ന് മതി കഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ചോറും മുരിങ്ങ താളിപ്പും വഴുതിരിങ്ങ ഉപ്പേരിയൊക്കെ റെഡിയാക്കിയാണ് വെച്ചിട്ടുണ്ട്. ഇനി ബീഫ് കുക്കറിലായിരുന്നു, കുക്കറിൽ അങ്ങോട്ട് വേവിച്ചെടുത്തിട്ട് വെറുതെ മസാല ഒരുപാടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇനി നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഉള്ളിൻ്റെ പകുതിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് മസാല ഇട്ടിട്ട് നമ്മൾ ഗ്രേവിയും ഇതൊക്കെ വെച്ചാൽ കഴിക്കാൻ വേഗം ഒരു മടുപ്പ് തോന്നും കേട്ടോ. പിന്നെ ഇതുപോലെ ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ബീഫും മുരിഞ്ഞ നല്ല രുചിയാണ്. ഞാനിതിലേക്ക് മല്ലിപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ. കുറച്ച് മഞ്ഞളും മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ നമ്മളെ വലിയ ജീരകവും കുരുമുളകും ഒരു 2 മണി ഉലുവയും കൂടി നല്ലോണം ചൂടാക്കിയിട്ട് പൊടിക്കുക, അതും ഇട്ട് കൊടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഉലുവ ഇടുമ്പോൾ ബീഫിന് പ്രത്യേക ഒരു മണവും ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉലുവ. ഓവറാവരുത്, ഓവറായിട്ട് ഇട്ട് കൊടുത്താൽ കയ്പ്പ് വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് മുരിച്ചെടുത്താൽ നമ്മളെ വെപ്പ് പണി കഴിഞ്ഞു കേട്ടോ, ഫുഡിൻ്റെ പരിപാടികൾ കഴിഞ്ഞു. അങ്ങനെ കിച്ചണിൽ നമ്മളെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ
ഒരൊഴിവും ഉണ്ടായിരുന്നില്ല. അത് കാരണമാണല്ലോ ഇപ്പോൾ സ്കൂളൊക്കെ അവധിയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മക്കളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, കളിക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ, അടികൂടലും കച്ചറയും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ നിന്നിട്ടൊക്കെ മഴയത്ത് ഇവിടെ കളിക്കുകയായിരുന്നു കേട്ടോ. എല്ലാത്തിനെയും വടി എടുത്തിട്ട് ഉള്ളിലേക്ക് ആട്ടി വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ രംഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. നല്ല രസമായിരുന്നു. ഇവിടെ ഇവർ രണ്ടുപേരും ഒരു ടീമാണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ എന്തോ ഒരു കളിക്കോപ്പ് അവൻ വാങ്ങിയിട്ട് ആ വെള്ളത്തിൽ ഒറ്റ ഏറാട്ടോ. അപ്പോൾ എന്നിട്ട് അങ്ങോട്ട് ഓടി. അങ്ങനെ ഒരു വികൃതി കാട്ടി രണ്ടെണ്ണം ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മളെ മക്കൾസ് ചെറിയവനാണ് മഴയത്ത് കളിച്ചതിന് ശേഷം കുളിക്കുകയാണ് കേട്ടോ പോയിട്ട്. അവർക്ക് എന്ത് തണുപ്പില്ലേ, ഞാനിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വെള്ളം ഇങ്ങനെ പാരുന്ന സമയത്ത് അപ്പോൾ ഇതാ സൈക്കിളിനെയും കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ അവർ. അങ്ങനെ എല്ലാത്തിനും അവനവൻ്റെ അപ്പുറത്തെ കുട്ടികളെ അവരമ്മ വന്ന് ആട്ടി അടിച്ച് കൊണ്ടുപോയിട്ടോ. ലാസ്റ്റ് സ്കൂളില്ലെങ്കിലും നമുക്ക് അമ്മമാർക്ക് തൊള്ളക്കൊരു ഒഴിവുണ്ടാവില്ല. അങ്ങനെ ഇതാ അകത്ത് കയറി ചോറൊക്കെ തിന്ന് ഒരു 3 മണിയായപ്പോൾ ഒക്കത്തിനും എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കിക്കാട്ടെ, സ്നാക്സ് ഉണ്ടാക്കിക്കാട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒച്ച ഉണ്ടാക്കി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾക്ക് കുറച്ച് ചിക്കൻ ഇന്നാൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കൊണ്ടുവരുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇതുപോലെ നല്ല എല്ലില്ലാത്ത പീസ് ഉണ്ടല്ലോ, അത് കുറച്ചങ്ങോട്ട് മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം ഇതുപോലെ വല്ല സ്നാക്സും കഴിക്കണം എന്ന് തോന്നിയാൽ വേറെ എല്ലാതും നമ്മളെ അടുത്ത് ഉണ്ടാകും, പക്ഷേ ചിക്കൻ എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് പീസ് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ വേഗം കുറച്ച് മാറ്റി വെച്ചത് എടുത്തൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ബ്രെഡ് കൊണ്ടൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓൻ തന്നെ കടയിലേക്ക് പോയിട്ട് ബ്രെഡൊക്കെ കൊടുന്നിക്കണ്. ബ്രെഡും ഒരു 5 മുട്ടയൊക്കെ വാങ്ങി പോന്നിക്കണം കേട്ടോ. അപ്പോഴത്തേനും നമ്മളിവിടെ അതിക്കുള്ള ഫില്ലിങ് റെഡിയാക്കുകയാണ്. ഇതിലേക്ക് ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഉള്ളി ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ടോ, അല്ലെങ്കിൽ അതൊക്കെ സാധനങ്ങളില്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനും മടിയാവൂലേ. അപ്പോൾ ഇത് പച്ചക്ക് എങ്ങനെ ഇട്ടിട്ടാണല്ലോ ഉണ്ടാക്കുക. ഞാനൊന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിക്കാൻ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും. ഇതിലേക്ക് ഞാൻ ഉപ്പും കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ചിക്കന് പൊരിച്ചിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് വാടിയിട്ട് ഒന്ന് കൊടുക്കാമെന്ന് വെച്ചിട്ടാട്ടോ. മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ ഇങ്ങനെ പച്ചക്കൊക്കെ കഴിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാലും കരുതിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മാത്രമാണ്, നമ്മൾ മസാലപ്പൊടികളും ഒന്നും ചേർത്തിട്ടില്ല. കുരുമുളക് പൊടി മാത്രം കേട്ടോ, കുരുമുളക് പൊടി, ഉപ്പും വേറെ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ ചിക്കൻ പൊരിക്കണതിലേക്ക് കുറച്ച് മഞ്ഞളും മുളക് പൊടിയും ചിക്കൻ മസാല ഇട്ടിട്ടാണ് പൊരിച്ചത്. അപ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് അതിലും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവനാണെങ്കിലും ആവാതെ ഒരു സമാധാനമില്ല കേട്ടോ, അടുക്കളയിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ ഇന്ന്. അപ്പോൾ സ്കൂളില്ലെങ്കിൽ പാവം മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാൻ തോന്നുമല്ലേ. അപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ഒരു വെറി പിടിച്ച് ഇങ്ങനെ ഇരിക്കണം. അതും നല്ല പുറത്ത് നല്ല മഴയല്ലേ. മഴക്കാലത്ത് തന്നെ പ്രത്യേകിച്ച് കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, വലിയവരായ നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരുമല്ലേ. അപ്പോൾ പിന്നെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ അതാ മുട്ട കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ മയോണൈസ് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഷവർമയ്ക്കായാലും പിന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ മയോണൈസും ആണല്ലോ. അപ്പോൾ അതിനായിട്ട് 2 മുട്ടയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. 2 മുട്ടയും ഒരു 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് നാരങ്ങ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവന് കടയിലേക്ക് പറഞ്ഞയച്ചാൽ ശരിയാവില്ല. ആദ്യം പോയാൽ തന്നെ ടിപ്പ് കൊടുക്കണം കേട്ടോ. 50 രൂപ കൊടുത്താൽ 10 രൂപ അവന് ടിപ്പാണ്. അപ്പോൾ ഇനിയിപ്പോൾ ടിപ്പ് കൊടുക്കണ്ടല്ലോ എഴുതിയിട്ട് ഞാൻ നാരങ്ങ നീരിൻ്റെ പകരം കുറച്ച് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ കുറച്ച് ഒഴിച്ച് കൊടുത്തത്. പിന്നെ 2 അല്ലി വെളുത്തുള്ളി. അപ്പോൾ തൈര് ഒഴിച്ചിട്ട് ഇങ്ങനെ മയോണൈസ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഉണ്ടാക്കി വെക്കൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റ് വ്യത്യാസമൊന്നും വരുന്നില്ല, കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി ഉഷാറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ നമ്മൾ മസാല ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ബ്രെഡ് ഒന്ന് ഇതുപോലെ ഒന്ന് കുറച്ച് എണ്ണയൊക്കെ ആക്കിയിട്ടൊന്ന് പൊരിച്ചെടുക്കാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലക്കൂട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അടിപൊളി സാൻഡ്വിച്ച്, ഹോംലി സാൻഡ്വിച്ച് കേട്ടോ. നമ്മളെപ്പോഴും പുറത്തുനിന്നാണല്ലോ കഴിക്കൽ. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മളെ മക്കൾക്കൊക്കെ പെട്ടെന്നൊരു സാൻഡ്വിച്ച് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഇതുപോലെയൊക്കെ ഒരു സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. കുട്ടികൾക്കും അവർക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടിയാൽ മതിയല്ലോ, സാൻഡ്വിച്ചിൻ്റെ ഇത് കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ അതാ നമ്മളെ മയോണൈസൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനത് നല്ലോണം ഒന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം ഫ്രിഡ്ജിക്ക് വെച്ചതാണ്. അങ്ങനെ ഒരു ബ്രെഡിൽ നമ്മൾ ഉണ്ടാക്കിയ സംഭവം വെച്ച് കൊടുക്കുക, മസാല വെച്ച് കൊടുക്കുക. പിന്നെ ഒരു ബ്രെഡിക്ക് കുറച്ച് മയോണൈസൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് ടൊമാറ്റോ സോസും കൂടി അങ്ങനെ സെറ്റാക്കി വെച്ചാൽ
നമ്മളെ അടിപൊളി ഹോംലി സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് സാൻഡ്വിച്ച് ഉഷാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനും. കാരണം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണെങ്കിലും നമുക്കൊരു ഷവർമയൊക്കെ കഴിക്കണ ഒറിജിനൽ സാൻഡ്വിച്ചൊക്കെ കഴിക്കണ ആ ഒരു ഫീൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ എല്ലാതും ഇങ്ങനെ റെഡിയാക്കി എടുക്കട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് ചായയും കൂടെ വെക്കണം കേട്ടോ. നല്ല കട്ടൻ ചായ ചൂടോടക്കനെ. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുകയാണ്, നല്ല കട്ടൻ ചായ. അപ്പോൾ കാക്കൂന് കട്ടൻ ചായ കുടിച്ചിട്ടും അങ്ങോട്ട് മതിയാവണില്ല കേട്ടോ. ഞാനാണെങ്കിൽ കുറച്ച് വെക്കുകയും ചെയ്തു. നമ്മളും ചായൻ്റെ ആളാണ്, എല്ലാവരും ചായൻ്റെ ആൾക്കാരാണ്. അപ്പോൾ മോനിതാ 2, 3 ഒക്കെ അകത്താക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇരുന്ന് വീക്കാണ് ആൾ. നല്ല ടേസ്റ്റ് ഉണ്ട് ഉമ്മച്ചി, ഇനി ഇതുപോലെ എനിക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ ഇതുപോലെ ഉണ്ടാക്കി തരുമോ നാളെ എന്നാട്ടോ ചോദിച്ചിരിക്കുന്നത്. സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ റബ്ബേ ഞാൻ ഒരു കൂട് ബ്രെഡ് കൊണ്ടൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മളിതാ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് മഴക്കൊരു ആക്കുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരമായപ്പോൾ കുറച്ചൊരു കുറവുണ്ടായിരുന്നു. അപ്പോൾ വന്നതാണ്. അപ്പോൾ നമ്മൾ ഇളയച്ചന് തറയിടാൻ വേണ്ടിയിട്ട് കല്ലൊക്കെ 2 ലോഡ് കരിങ്കല്ലൊക്കെ വന്നിട്ടുണ്ട്. എവിടെ പോയാലും ഓരോ മക്കൾസ് ഓരോ റോഡ് സൈഡ് വെള്ളത്തിൽ ഇരിക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളിവിടെ റബ്ബറും തോട്ടാണ് കേട്ടോ മുന്നിൽ. അപ്പോൾ അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളിലൊക്കെ ഒരു പാറക്കെട്ടുണ്ട് കേട്ടോ. ആ പാറക്കെട്ടിൽ നിന്നുള്ള ഉറവ വെള്ളമാണ് കേട്ടോ ആ റോട്ടിൽ കൂടെ വരുന്നത്. അതിലാണ് ഇപ്പോൾ കളിച്ചിരിക്കുന്നത്. അത് അവിടെ ഒരാൾ സൈക്കിളൊക്കെ കഴുകുന്നുണ്ട് കണ്ടോ. സൈക്കിൾ കഴുകുകയാണ്. നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ, പാറയിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ. കുറച്ച് ദിവസം മുന്നേ നമുക്ക് മഴ പെയ്തപ്പോൾ അവിടുന്ന് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാക്കൂന്. അത് ഞാൻ പൊരിച്ചൊക്കെ കൊടുത്തു. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്ന് മഗ്‌രിബ് ബാങ്ക് കൊടുക്കേണ്ട ടൈം ആയപ്പോൾ ഞങ്ങൾ പോവുകയാണ്. പിന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇതാ റോട്ടിലൊക്കെ കുട്ടികൾ ഫുള്ള് കളിയാണ് കേട്ടോ വെള്ളത്തിൽ. അപ്പോൾ നമ്മൾ എന്നും നമ്മളെ വീടും കോട്ടേഴ്സും തമ്മിൽ ദൂരം ഉണ്ടോ ചോദിക്കണവർക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ലാസ്റ്റ്. അപ്പോൾ ഇതൊരു ഫ്രണ്ടിൻ്റെ വീടാട്ടോ. അപ്പോൾ അവിടെ ഒന്ന് കയറണം എന്ന് വിചാരിച്ചാണ്, പക്ഷേ അവൾ അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു ഞങ്ങളെ നാടും വീടും വഴികളും അയൽവാസികളും ഒക്കെ അടങ്ങിയ ഒരു ചെറിയ കുട്ടി ഗ്രാമമാട്ടോ. പള്ളിക്കുത്ത് എന്നാട്ടോ ഇവിടേക്ക് പറയാം ഞങ്ങൾ ഈ സ്ഥലത്തിന്. ചുങ്കം ടൗണിൽ നിന്ന് ഒന്ന് കുറച്ചുള്ളിലേക്ക് വരണം. ഫുള്ള് വീടുകളാണ്, 2 സൈഡും 4 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാലും വളഞ്ഞാലും ഒക്കെ ഫുള്ള് വീടുകളാണ് കേട്ടോ. ഒരു ആളും മനുഷ്യനില്ലാത്തൊരു ഏരിയ അല്ല, ഫുള്ള് അറിയണവർ തന്നെയാണ്. നടന്നു പോയി കഴിഞ്ഞാൽ ഞാൻ കോട്ടേഴ്സിൽ നിന്ന് തൊട്ട് അവിടുത്തെ ടോള് സംസാരിച്ചിട്ടാട്ടോ പോകുക. ഓരോരുത്തരുടെ സംസാരം കഴിയില്ല. അപ്പോൾ അധികവും ഞാൻ വണ്ടിയിൽ തന്നെ പോണ്. ഇപ്പം ആ വളവിന് കണ്ടത് ഒരു ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ആ കടയിൽ നിന്നാണ് ഞങ്ങൾ സാധനം വാങ്ങുക. അപ്പോൾ കണ്ടില്ലേ ഫുള്ള് വളവാട്ടോ, റോഡ് ഫുള്ളും വളവാണ്. മോനൊക്കെ ഇങ്ങനെ സൈക്കിൾ കൊണ്ട് പോകുമ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ. എപ്പോഴും പറയും ഞാൻ നോക്കിപ്പോ പറയും. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന കോട്ടേഴ്സും ഞങ്ങളെ വീടും തമ്മിലുള്ള ദൂരം ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയ വ്യത്യാസം, കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറേ ഉള്ള പോലെ തോന്നും. അപ്പോൾ ഈ ഒരു വളവ് തിരിയുന്നത് നമ്മുടെ കോട്ടേഴ്സ്ക്കുള്ള വളവാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു വഴി കാണാത്തവരുണ്ടാവില്ല, നമ്മളെ വീഡിയോയിൽ അധികം കാണുന്നുണ്ടാവും. അപ്പോൾ ഇത് ഞങ്ങൾ അയൽവാസി ആപ്പയാണ് കേട്ടോ. അപ്പോൾ പള്ളിക്ക് പോവുകയാണ്, മഗ്‌രിബിക്ക് പള്ളിക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ താമസിക്കുന്ന നമ്മളെ കോട്ടേഴ്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു വിശേഷം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണുന്നവരേക്കും ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.